പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കർത്താവിൽ കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വിശ്വാസികളും, ഓരോ ഭക്തന്മാരും, ഓരോ വേലക്കാരും എപ്രകാരം ആയിരിക്കണം എന്നുള്ള വിഷയമാണ്. അവരെ ദൈവം കരുതുകയാണ്, ദൈവം അവരെ സൂക്ഷിക്കുകയാണ്, ദൈവം അവരെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. വിളിച്ചവനായ ദൈവം വിശ്വസ്തനാകയാൽ സകല നന്മകൾ നൽകുന്നു, സകല അനുഗ്രഹങ്ങളും നമുക്കായിട്ട് വേർതിരിച്ചു തരുന്നു. ആ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായി ചേർത്ത് പിടിക്കുവാൻ കഴിയും വിധത്തിൽ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാധാരമായി നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. മുന്തിരിച്ചക്കിനടുക്കൽ ഇരുന്ന് ഗോതമ്പ് മെതിച്ചതായിരിക്കുന്ന ഗിദെയോനെ കണ്ടുകൊണ്ട് ദൈവം അടുക്കൽ വന്ന് പറയും, ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്, ഞാൻ നിന്റെ അവസ്ഥകൾ അറിയുകയാണ്, നിന്റെ സാഹചര്യങ്ങൾ ഞാൻ അറിയുകയാണ്, നിന്റെ ഇല്ലായ്മകളെ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ നൊമ്പരങ്ങളെ ഞാൻ അറിയുന്നുണ്ട്, നിന്റെ വേദനകളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരും ആശ്രയമില്ലെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ആ സമയങ്ങളിലൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വ്യാകുലതകളുടെയും നൊമ്പരത്തിന്റെയും വ്യഥകളുടെയും വേദനകളുടെയും നടുവിൽ ഇരുന്നു കൊണ്ട് 121-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. ഒരു സഹായം കാക്ഷിച്ചുകൊണ്ട്, ഒരാഗ്രഹം സഫലമാകേണ്ടതിനു വേണ്ടി താല്പര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കിയ സമയങ്ങളുണ്ട്. രാത്രിയുടെ യാമാന്തരങ്ങളിൽ എഴുന്നേറ്റും ഉറക്കമില്ലാത്ത നിമിഷങ്ങളും ചിന്തകളുടെ അതിഭാരം കൊണ്ട് ഉറങ്ങുവാൻ കഴിയാതെ കണ്ണുനീരോടുകൂടെ കിടന്ന സന്ദർഭങ്ങളുണ്ടാകാം. ഭവനത്തെ ഓർക്കുകയും മക്കളെ ഓർക്കുകയും നാളെയെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കടത്തെക്കുറിച്ച്, ബാധ്യതകളെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, വിവിധമായിരിക്കുന്ന ആവശ്യങ്ങളെ നടുവിൽ നൊമ്പരപ്പെടുന്ന അവസ്ഥകൾ. ഒരു ഗിദെയോൻ മുന്തിരിച്ചക്കനടുക്കൽ ഇരുന്നു കൊണ്ട് തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഗോതമ്പ് വിധിക്കുന്നു എങ്കിൽ, ഉപജീവന മാർഗത്തിന് വേണ്ടി നാട് വിട്ട്, വീട് വിട്ട്, രാജ്യത്തെ വിട്ട്, സ്വദേശത്ത് അന്യദേശത്ത് പോയി അതേ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, പലയിടങ്ങളിൽ പാർക്കുന്നവര്, പലയിടങ്ങളിൽ ജീവിത സാഹചര്യങ്ങള്, അതേ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവര്, ജോലി കിട്ടാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടവര്, അതേ കഴിക്കാൻ ആഹാരമില്ലാതെ കിടന്ന അവസ്ഥകള്, ഒറ്റ മുറിക്കകത്ത് കിടന്നവര്, മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിച്ചവര്, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ നൊമ്പരങ്ങളിൽ, എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ആ വേളകളിലൊക്കെ നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അവൻ നമ്മളെ കണ്ടിരിക്കും, നമ്മുടെ അവസ്ഥകളെ കണ്ടിരിക്കും, നമ്മുടെ സ്ഥിതികളെ കണ്ടിരിക്കും, നമ്മുടെ ഭവനത്തെ കണ്ടിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിരിക്കും. നമുക്ക് ആവശ്യമെന്ന് കാണുന്നതൊക്കെയും അറിഞ്ഞ് നമ്മെ സഹായിക്കുവാൻ ശക്തനായ ദൈവമാണ്.
അതിനോടുള്ള ബന്ധത്തിൽ ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഹാഗാറിനെ കണ്ടവനായ ദൈവം അബ്രഹാമിന്റെ വീട്ടിലെ ദാസ്യവേല ചെയ്തതായിരിക്കുന്ന ഒരു പെൺകുട്ടി, ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു മകൻ, ആ വീട്ടിൽ അസഖ്യമെന്ന് തോന്നിയപ്പോൾ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പക്കഷ്ണങ്ങളും കയ്യിൽ കൊടുത്തിട്ട് അവളെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയാണ്. കണ്ണുകൾ കൊണ്ട് ഓടിച്ചതായിരിക്കുന്ന ദേശത്ത് സ്വന്തമെന്ന് പറയാൻ അവിടെ ആരുമില്ല. ബന്ധുക്കളായിട്ട് ആ ദേശത്ത് ആരുമില്ല. ചർച്ചക്കാരായിട്ട് ആരുമില്ല. ആ വീട്ടിൽ നിന്നും കരഞ്ഞ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എവിടേക്ക് പോകണമെന്നറിയാൻ കഴിയാതെ, ദിക്കും ദേശവും അറിയാതെ, വേദനയും നൊമ്പര ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, കുഞ്ഞിനെയും മാറിലടച്ചുകൊണ്ട്, ഒരു പിടി ഭക്ഷണവും ഒരു പാത്രത്തിൽ വെള്ളവും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വീട് വിട്ടിറങ്ങുമ്പോഴുണ്ടാകുന്ന നൊമ്പരത്തിന്റെ അവസ്ഥ, തിഷ്ഠത അനുഭവിച്ചവർക്കറിയാം. ആ വഴികളിലൂടെ നടന്നിട്ടുള്ളവരുണ്ട്, അതുപോലെ ജീവിച്ചവരുണ്ട്. അതേ അനുഭവത്തിൽ കാലുകൾ ഇടറിയവരുണ്ട്, മനസ്സ് പതറിയവരുണ്ട്. അങ്ങനെ പോകുവാൻ ഇടമില്ലാതെ വരുമ്പോഴാണ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത് മരണം. ഏതെങ്കിലും പുഴകളിലോ ആറ്റിലോ ഏതെങ്കിലും കയറിലോ ഏതെങ്കിലും വാഹനത്തിന്റെ മുൻപിലോ ഒക്കെ ചെന്ന് പെട്ട ആത്മഹത്യാപരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ലേ? ഹാഗാർ എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ അവൾ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മരുഭൂമിയെ കുറിച്ച് പറയുന്നത് ബേർശെബ മരുഭൂമി എന്നാണ്. ആ ബേർശെബ മരുഭൂമിയിലൂടെ അവൾ ഉഴന്നു നടക്കുകയാണ്, അവൾ വലഞ്ഞു നടക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും കുടിപ്പാനുള്ള വെള്ളവും തീർന്നപ്പോൾ കുഞ്ഞു നിലവിളിച്ച് കരഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് മരണ അവസ്ഥയിലേക്ക് കുഞ്ഞ് വഴുതി പോകുമ്പോൾ ഒരമ്പേറും ദൂരത്തിരുന്നു കൊണ്ട് കരയുകയാണ്. അമ്പേറും ദൂരത്തിരുന്ന് കരയുമ്പോൾ ആരും സഹായമില്ല, ആശ്രയമായിട്ട് ആരുമില്ല, ഒരു വാക്കുരിയാടാൻ ആരുമില്ലാതെ വളരെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് അനേക പ്രിയപ്പെട്ടവരൽപ്പം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്, സന്തോഷം കൊതിക്കുന്നവരുണ്ട്. വീർപ്പുമുട്ടി നൊമ്പരങ്ങളും വേദനകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരിന്തിരി പോലെ പുകയുന്ന അനേക പ്രിയപ്പെട്ടവർ ഓരോ ഗ്രഹത്തിന്റെ ഉള്ളറകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളുണ്ട്. പുറമേ നോക്കുമ്പോൾ ഭംഗി വാക്കുകൊണ്ടും സ്നേഹസമ്പന്നനായി സ്നേഹത്തിലും സന്തോഷത്തിലും ഇടപെടുകയും വീടിന്റെ പശ്ചാത്തലങ്ങളെയൊക്കെയും നല്ലതാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, അനുഭവിക്കുന്ന വേദനകൾ അത്യധികമാണ്. ഈ സഹോദരി വളരെ ഭാരപ്പെട്ടു. ഹാഗർ ഇങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ കരഞ്ഞിരിക്കുമ്പോൾ, കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറയുമ്പോൾ അവിടെ കണ്ടതായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആരും കാണുന്നില്ല എങ്കിൽ, നിന്നെ ആരും അറിയുന്നില്ല എങ്കിൽ, നിന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിന്റെ വേദന ആരും കണ്ടില്ലെങ്കിൽ, നിന്റെ നൊമ്പരം ആരും കണ്ടില്ലെങ്കിൽ, നിന്റെ അവസ്ഥകളെ തിരിച്ചറിയാൻ ആരുമില്ലെങ്കിൽ, അതറിയുന്ന ഒരാളുണ്ട്. അടുക്കൽ വരും, അല്പം സ്നേഹം തരുവാൻ, സ്വാന്തനം തരുവാൻ, വിടുതൽ നൽകുവാൻ, ശക്തി പകരുവാൻ അരികിലേക്ക് അടുത്ത് വരും. കർത്താവിന് സ്തോത്രം. തുടർന്നുള്ളതായിരിക്കുന്ന നിമിഷങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം കണ്ടതായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വഴികളിലൂടെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണ്? പിന്നെ അവിടെ അത്ഭുതം നടക്കാൻ പോവുകയാണ്, അവിടെ ഒരു അതിശയം നടക്കാൻ പോവുകയാണ്, അവിടെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അതെ, ദൈവം നമ്മെ ഒന്ന് കണ്ടാൽ, നമ്മുടെ അടുക്കലൊന്ന് വന്നാൽ നമ്മുടെ സ്ഥിതി അവൻ മാറ്റും. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തരും, ആരോഗ്യം മടക്കി തരും,
പ്രത്യാശ മടക്കിത്തരും, സന്തോഷം മടക്കിത്തരും. വരുന്ന തലമുറയ്ക്കുള്ളൊരു വാഗ്ദത്തം നമ്മുടെ കൈകളിലേക്ക് അവൻ വെച്ച് തരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് മുൻപിലും നമ്മുടെ മക്കൾക്ക് മുൻപിലും ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം എന്താണ്? അത് നമ്മുടെ കയ്യിലേക്ക് തരും. കയ്യിൽ മുറുകെ പിടിക്കണം. ആ വാഗ്ദത്തം ചേർത്ത് പിടിക്കണം. കർത്താവേ, എൻ്റെ ഭവനത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. അതെ, ഈ ബലം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ഇനി ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നഥനയേലിനെ കണ്ടിട്ടുണ്ട്, സക്കായിയെ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പിന്നാലെ കടന്നു വരാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പ്രിയമുള്ളവരെ, നല്ല അഭിപ്രായങ്ങൾ ഈ പ്രോഗ്രാമിനെ കണ്ടിട്ട്, ഈ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുക. അടുത്ത ദിവസങ്ങളിലൊക്കെ, അടുത്ത മാസത്തിൻ്റെ ആദ്യവാരങ്ങളിലൊക്കെ ഇടുക്കിയുടെയും പാലക്കാടിൻ്റെയും പ്രദേശങ്ങളിൽ പരസ്യവേലയുമായി കടന്നു പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. അവൻ നമ്മെ കണ്ടു, വിടുവിക്കും. ആ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സുക്രിസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെട്ട വചനം കൊണ്ട് അനുഗ്രഹിക്കണം. രോഗികളായി പല പ്രിയപ്പെട്ടവരെ ഭവനത്തിൽ പാർക്കുന്നു. തളർന്നിരിക്കുന്നവര്, കിടപ്പ് രോഗി, ഇരിപ്പ് രോഗി, നിൽപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്. ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും തമിഴ്നാട്ടിലും വിവിധ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും, അതുപോലെ കേരളത്തിന് വെളിയിൽ ഗൾഫ് മേഖലകളിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, വിവിധ രാജ്യങ്ങളിലായിരിക്കണം അനേക പ്രിയപ്പെട്ടവർ, ബിസിനസ് ചെയ്യുന്നവർ, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സകല നന്മകളും കൊണ്ട് നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയിലേക്ക്